വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഗോവയിൽ എത്തിയിരിക്കുകയാണ്. ഗോവയിലത്തെ ഫസ്റ്റ് ഡേ ആട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പോണുള്ളൂ. ഇപ്പൊ സമയം 1 മണി ആയിട്ടുണ്ട്. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ബീച്ചും കാര്യങ്ങളൊക്കെ ചുറ്റി കറങ്ങാൻ പോണത്. അപ്പൊ ഇവിടെ കുറച്ച് മേക്കപ്പ് സെക്ഷനിലാണ് ചേച്ചിയുടെ ന്യൂ ഡ്രസ് ഇതാ സ്റ്റൈലിഷ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ നിഖിലേട്ടൻ. എല്ലാവരുടെയും ന്യൂ ഡ്രസ് ആയിട്ടോ എല്ലാവർക്കും കൊള്ളാം. അപ്പൊ ബാക്കി കുറച്ച് പേരൊക്കെ ഉണ്ട്. ചേട്ടൻ്റെ പാറുവിന്റെ പുറത്ത് പോയിട്ടുണ്ട്. ചിക്കു അതുവാണെങ്കിൽ റൂമിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്ക് ഞങ്ങൾക്ക് വിഷം തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ആദ്യം ഫുഡ് കഴിക്കണം. ലഞ്ചും അതിന് മുന്നായിട്ട് മേക്കപ്പ് സെഷൻ അവസാനിപ്പിക്കണം. ബാ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വണ്ടി രജിസ്ട്രേഷൻ നോക്കിയിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഗോവയിലേക്കല്ല പോണത്. അതുമാത്രമല്ല നമ്മൾ ഗോവയിൽ വെച്ച് കുറേ മലയാളീസ് കണ്ടിട്ടുണ്ടായിരുന്നു. അവർ നമ്മുടെ മുന്നത്തെ വീഡിയോസിൽ മീൻസ് ഇതിനെ സംബന്ധിച്ചുള്ള വീഡിയോസിലല്ലാണ്ട് തന്നെ നിങ്ങൾ ഗോവയിൽ വന്നിരുന്നില്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ഞങ്ങൾ ഒരു ഗോവയിൽ വന്നിരിക്കുകയാണ്. ഒരു 1 വീക്ക് ട്രിപ്പിനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവിടെയുള്ള കാര്യങ്ങൾ കാണാനും അത് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ. എന്തോരം പറ്റുമെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. ബിക്കോസ് നമ്മൾ ഫാമിലി ആയിട്ടാണ് വന്നത്. പിള്ളേരായിട്ട് അത് 1, 2, 3 അല്ല 4, 5 പിള്ളേരായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം അവിടുത്തെ ഡ്രസ്സിങ് ഒക്കെ ഉണ്ട്. നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. അവൾ ലിപ്സ്റ്റിക്ക് ഇടണം കേട്ടോ. നമ്മുടെ പാറക്കുട്ടനൊക്കെ ആണെങ്കിൽ സ്റ്റൈലാക്കി നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഗോവയിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു കൺഫ്യൂഷനായിരുന്നു. ഡ്രസ്സ് എന്തിടും? കാരണം ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുക. ഇവിടെ ഉള്ളതെന്നല്ല, ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഭയങ്കര മോഡേൺ ആയിട്ടുള്ളത് അങ്ങനെ ഇങ്ങനെ. എന്തായാലും ഞങ്ങൾ അത്രയും മോഡേൺ ആയിട്ട് കുഞ്ഞു ട്രൗസറും സംഭവങ്ങളൊന്നും ഇടാൻ ചെറിയൊരു നടക്കലുള്ളതുകൊണ്ട് തന്നെ ഒരുവിധം ഒപ്പിച്ചിട്ടുണ്ട് ഡ്രസ്സിങ്സൊക്കെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാവരും നോർമലാട്ടോ. ഭയങ്കര മോഡേൺ ആയിട്ട് ആരും ഒന്നുമില്ല. എല്ലാവരും നോർമൽ ടോപ്പൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. ചുരിദാർ ഇട്ടിട്ടുണ്ട്, സാരി ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈം ആക്ച്വലി ടൂറിസ്റ്റിൻ്റെ ടൈമല്ല, സീസണല്ല. നോർമൽ ആൾക്കാർ ജസ്റ്റ് വന്ന് പോകണുള്ളൂ കേട്ടോ. അപ്പോൾ നീൽച്ചേട്ടൻ ഓൺലൈനിൽ നിന്ന് ഗ്ലാസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു 5 ഗ്ലാസ്സിന് എന്തോ നിസ്സാര പൈസ ഉണ്ടായിരുന്നുള്ളൂ. വേണ്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് കൊടുക്കാം. ഇതേപോലെ ടൂറൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. എല്ലാവരും നോക്കൂ. അത് കൈ സഞ്ജു ചേച്ചിയുടെ കണ്ണട പച്ചയെന്ന് പറഞ്ഞിട്ട് ഇവിടെ തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ കണ്ണട വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു മഞ്ഞ ഷെയ്ഡുള്ളൊരു കണ്ണട നോക്കി എൻ്റെ കൈക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞങ്ങൾ റൂം അടച്ചിട്ട് ഇറങ്ങുകയാണ്. നമുക്ക് ഓൾറെഡി നമ്മളൊരു ടൂർ പാക്കേജിലാണ് വന്നിട്ടുള്ളത്. സഞ്ചാരി ഗ്രാൻഡ് ഹോളിഡേയ്സ് എന്നാണ് അവർ ഇൻസ്റ്റാ നെയിം ഒക്കെ കേട്ടോ. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി DM ചെയ്തോളൂ, നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ട്രിപ്പൊക്കെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങട്ടെ. ഇതിൻ്റെ ഇടയിൽ പിള്ളേരൊക്കെ ഏകദേശം ഉറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം. ഈവനിങ് ടൈം അല്ലേ, ബീച്ചിലേക്ക് പോകാനുള്ളൊരു സമയം. നമുക്ക് അവരുടെ കുറച്ച് കാർഡൊക്കെ തന്നിട്ടുണ്ട്. കാർഡ് മീൻസ് എവിടെയൊക്കെ പോവാം, വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ, അതിനെക്കുറിച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എല്ലാതും ബീച്ച് തന്നെ, ബീച്ച് സൈഡ് തന്നെ സംഭവങ്ങളൊക്കെയാണ്. പക്ഷേങ്കിൽ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു. ചെറുതായിട്ടല്ല, നല്ല രീതിക്ക് മഴ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ ടൈമിൽ. ഈ സമയത്തൊന്നും കുഴപ്പമില്ല. പക്ഷെ നന്നായിട്ട് മഴക്കാർ മൂടിക്കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇങ്ങനെ അവിടെ പോകണം, ഇവിടെ പോകണം, ഇങ്ങോട്ട് തിരിയണമെന്ന് വെച്ച് നിൽക്കുകയാണ്. കാരണം എവിടെ പോയാലും ഫുഡ് കിട്ടും. ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഹോട്ടൽസൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഈ ഭാഗത്ത് ഹോട്ടൽ കൂടുതലായിട്ടും വെജിറ്റേറിയൻ ഹോട്ടൽസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നടന്ന് പഞ്ചാബി കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ AC ബാർ എന്നൊക്കെ പറഞ്ഞ് എഴുതിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ അത് ഭയങ്കര കോമൺ ആണ്. ഞാൻ ഫസ്റ്റ് ടൈം പോകുന്ന ഒരാളായതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇവിടെയുള്ള എല്ലാ ഹോട്ടലിലും ബാറുണ്ട്. ബാർ ഫെസിലിറ്റി അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് സ്പ്രൈറ്റും കൂൾ ഡ്രിങ്ക്സും ഒക്കെ കുടിക്കുന്ന പോലെ തന്നെ ഇവിടെ ഒരു ചില്ലളമാരിൽ വിവിധ തരം ബ്രാൻഡുകളൊക്കെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ നോർമലി വെള്ളം കുടിക്കുന്ന പോലെ അവരുടെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നോർമലി നമ്മൾ വെള്ളം കൊണ്ടുവച്ചതിനെ പോലെ നമ്മൾ ടേബിളിൽ കൊണ്ടുവയ്ക്കും. അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ നാട്ടിലില്ലാത്തൊരു സിസ്റ്റമാണുള്ളത്. കാരണം നമ്മുടെ നാട്ടിൽ ബാറിൽ തന്നെ പോയി കുടിക്കണം, അല്ലെങ്കിൽ ബീവറേജിലും. അതല്ലാതെ ഹോട്ടൽസിലെ സംഭവങ്ങളൊന്നും ഇത് ഈ ഒരു പരിപാടിയില്ലേ. അവിടെ അങ്ങനെയാണ്. എന്ത് കുഞ്ഞിക്കടയിൽ പോലും ഇപ്പോൾ സ്പ്രൈറ്റ് ആ സംഭവങ്ങളൊന്നുമല്ല, ഫുള്ള് ബിയറിൻ്റെ ഡിഫറെൻറ്റ് ബ്രാൻഡ് അതൊക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയം നോക്കിയിട്ട് നല്ല മഴ പെയ്തു. ഭാഗ്യം ഞങ്ങൾ ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ ഫുഡ് നോക്കിയപ്പോഴാണ് ഞങ്ങളെ കണ്ണ് തള്ളിയത്. വേറെ ഒന്നല്ല, ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിന് 400 രൂപ, ഒരു പോർഷൻ ചിക്കന് 800, അതായത് 900 റുപ്പീസൊക്കെ ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഇത്ര പേര് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും എന്തോരം പൈസ വരുന്നത്. അതായത് ഫുഡിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഹ്യൂജാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ. ഇവിടെ ലിക്കറിന് മാത്രമേ നോർമലായിട്ടുള്ളൊരു റേറ്റ് വരുന്നുള്ളൂ. ബാക്കി ഫുഡ് എനിക്ക് പിന്നെ തോന്നുന്നു നമ്മൾ സെർച്ച് ചെയ്യണം. മീൻസ് ലോ പ്രൈസുള്ള ഫുഡ് അല്ല ഹോട്ടൽ കിട്ടുന്നത് എവിടേക്കാണെന്ന് സെർച്ച് ചെയ്ത് നന്നായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. പിന്നെ നമ്മൾ ഹോട്ടലിൽ
നിയറസ്റ്റ് ആയിട്ട് നല്ല ഹോട്ടൽ, ഐ മീൻ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞൂടാ. പുറത്ത് നല്ല മഴയാണ്. അടുത്തത് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു നിപ്പാണ് ഞങ്ങൾ. ഹലോ, ഹായ് പറഞ്ഞേ. ഇവിടെ ഹായ്, ഫോണിൽ ഹായ് പറഞ്ഞു. പറഞ്ഞിട്ടില്ലേ? ഓ ശരി ശരി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബില്ല് കൊടുത്തപ്പോൾ ഒരു സമാധാനം. ഇനി ഞങ്ങൾ നടക്കുകയാണ്. ഫുള്ള് നടപ്പ് തന്നെയാട്ടോ. ഇവിടെ ടാസ്കിയും സ്കൂട്ടറൊക്കെ വിളിക്കണമെങ്കിൽ വിളിക്കാം. പക്ഷേ ഇവിടെ അടുത്താന്നാ പറഞ്ഞത് നമ്മൾ പോണ ബീച്ച്. നമ്മൾ ഏത് ബീച്ചിലേക്കാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാഗ ബീച്ചിലേക്കാണ് പോണത്. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ചാണ്. ജസ്റ്റ് 500 സംതിങ് ആണ് തോന്നുന്നത് റേറ്റ്. ഇങ്ങനെയുള്ള ട്രിപ്പിനൊക്കെ പോകുമ്പോൾ നല്ല സുഖമാണ് ഇടാനായിട്ടും. ഒരു കോട്ടൺ ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ആ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം നടന്നപ്പോൾ ഞങ്ങൾ പറയായിരുന്നു നമ്മൾ കുട്ടിക്കാലത്ത് മീൻസ് എൻ്റെ ചെറുപ്പത്തിലാണ് ഞാൻ കൂടുതലായിട്ട് ബീച്ച് കാണാൻ പോയിട്ടുള്ളത്. പിന്നെ നിഖിൽ ചേട്ടനായിട്ട് കറങ്ങാൻ പോകുമ്പോൾ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടന്നു പോണത് ചെറുപ്പത്തിലായിരുന്നു. അതേപോലെ നമ്മൾ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നടക്കൂല, അതേപോലെ നടക്കാട്ടോ. പിന്നെ ഇവിടെ ഫുള്ള് ലിക്കർ ഷോപ്പാണ്, ലിക്കർ വൈൻ ഷോപ്പുകളുണ്ട്. പിന്നെ ബീച്ചിലിടാൻ പറ്റിയ ഡ്രസ്സ് അതിൻ്റെ ഷോപ്പുകളുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹലോ, ഞാൻ ആ ഡയലോഗ് അടിച്ച് വേറൊന്നല്ല കേട്ടോ. എല്ലാം ഭയങ്കര കോമണാണ്. അതായത് നമ്മളെ നാട് പോലെ തന്നെയുണ്ട്. പിന്നെ ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ ബീച്ചിലേക്ക് ഇതുവരായിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ഫ്രസ്ട്രേഷൻ തീർക്കണതാണ്. ലാസ്റ്റ് ഞങ്ങൾ മറ്റേ കടൽക്കാറ്റ് അടിച്ചപ്പോൾ മനസ്സിലായി അവിടെ ബീച്ച് ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ബീച്ച് എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയൊരു എൻട്രിയാണ് എൻ്റെ മനസ്സിലുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു ഞങ്ങൾ പോയ റൂട്ടിൻ്റെ ആണെന്നുണ്ട്, ചെറിയൊരു എൻട്രി ആയിരുന്നു. ചെറിയൊരു സ്പേസിലേക്ക് നമുക്ക് അവിടെ ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ബീച്ച് ക്യൂ അതെന്തൊരു അവിടെ ഒരു ബാർ ആൻഡ് റെസ്റ്റോറൻ്റാണ്. ഫൈനലി നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. നല്ല മഴക്കാരായിരുന്നു. പിന്നെ ആ ഒരു സൈഡിലൊക്കെ നന്നായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ പബ്ബുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെ ഇപ്പോൾ എൻട്രി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവർ സീറ്റിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തി കുറച്ച് നേരം ബീച്ചും സംഭവങ്ങളൊക്കെ കണ്ടു. നല്ല മഴക്കാരാണ്, ഏത് സമയം വേണമെങ്കിലും മഴ പെയ്യും. അപ്പോൾ എവിടെ ഓടിക്കേറി നിൽക്കുന്നു ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ട്രീറ്റ് തിങ്സൊക്കെ കിട്ടുന്ന കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടത്തെ കുറച്ച് നേരം പിള്ളേരൊക്കെ ഒന്ന് കളിപ്പിച്ചു. അത്രേ ഉള്ളൂ. കടലിലൊന്നും ഇറങ്ങാൻ നിന്നില്ല. വേറെ ഒന്നല്ല, ഡ്രസ്സ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാറാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിള്ളേരെ ആയാലും നനച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഇപ്പം അല്ലു അതിനാണെങ്കിൽ അവർ ഷൂസ് ആയിരുന്നു ഇട്ടിരുന്നത്. ക്രോക്സ് അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെന്തായാലും ഷൂസ് നനഞ്ഞിട്ടുണ്ട്. കടലിൽ ജസ്റ്റ് ഒന്ന് കാലിൽ നനഞ്ഞപ്പോൾ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഊരിക്കൊടുത്തു. കാരണം അതിൻ്റെ ഉള്ളിൽ മണ്ണ് കയറിയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അവർ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒരാൾ ഊരിക്കൊടുത്തു. പിന്നെ ഞങ്ങളിങ്ങനെ നൈസായിട്ട് നടക്കാട്ടോ. കുറേ നേരം ഗ്രൂപ്പായിട്ട് നടന്നു, കുറേ നേരം സിംഗിളായി നടന്നു. കുറച്ച് പേരൊക്കെ ഉണ്ട് അവിടെയൊക്കെ ആയിട്ട്. പക്ഷെ എല്ലാതും ഹിന്ദി അവരൊക്കെയാണ്. എൻ്റെ മനസ്സിൽ മദാമേനെ കാണാം അങ്ങനെയൊക്കെ ആയിരുന്നുണ്ട്. പക്ഷെ ഒരൊറ്റ മദാമ പോലെ അവിടെ ഉണ്ടായിരുന്നില്ല. ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ മഴ ടൈമൊക്കെ അല്ലേ. അപ്പോൾ വന്ന് പോകുമ്പോൾ ആർക്കായാലും ബുദ്ധിമുട്ടല്ലേ. പക്ഷെ ഞങ്ങൾക്ക് ടൈം കിട്ടിയത് ഇപ്പോഴാണ്. ചിക്കൊക്കെ വന്നൊരു ടൈമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ബീച്ച് കണ്ട് നടന്നതേ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സ്ട്രീറ്റ് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്ന കുറച്ച് ഷോപ്പുകളുണ്ട്. അവിടെ കയറിയിട്ട് ആദ്യം ഇവർക്കൊരു ചെരുപ്പ് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതേപോലെ ക്രോക്സ് നോക്കാമെന്ന് വിചാരിച്ചു. ഷൂ ഇട്ടിട്ടുള്ളത് നനഞ്ഞു. പിന്നെ എപ്പോഴും അത് ഇടാനും ഊരാനും എളുപ്പമല്ല. അപ്പം ഇവർക്ക് പറ്റിയ സൈസ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കണ്ടുപിടിക്കാനായിട്ട്. പക്ഷെ ഒരുപാട് ചെരുപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് എല്ലാവരും ഇങ്ങോട്ട് ബീച്ചിലേക്കും ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ക്രോക്സ് ഐറ്റംസ് ആണ്. അപ്പോൾ പല കടകളിലും ഡിഫറെൻറ്റ് പ്രൈസ് ആട്ടോ. ഒരു കടയിൽ 350, ഒരു കടയിൽ 300. ഇവിടെ പറഞ്ഞപ്പോൾ 250 ആണ്. ചിലപ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ ഇനിയും കുറേയിരിക്കും. പിന്നെ ഇവിടെ ഇതേപോലെ കുറേ കീ ചെയിൻ ഉണ്ട്. ഒരുപാട് കീ ചെയിൻ ഉണ്ട്. ഇതിങ്ങനെ ചില്ലിൻ്റെ സംഭവങ്ങളാണ്. അപ്പുറത്തിങ്ങനെ മണിയൊക്കെ വെച്ചിട്ട് സംഭവങ്ങളുണ്ട്. എനിക്ക് നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. എല്ലാം ഓരോന്നും ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. കുറേ പേര് വന്നിട്ട് നോക്കുന്നുണ്ട് കേട്ടോ, വാങ്ങിക്കുന്നുണ്ട്. പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ ഒരു കൊതി തോന്നിയിട്ട് 1-2 ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എന്തിനാ കീത്തു ഇത് വാങ്ങിച്ചിട്ട് ബാഗിലിടാനല്ലേ. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ തളർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ അടുത്ത കടയിൽ കയറുമല്ലോ, അടുത്ത കടയിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ ഇവർക്ക് ഇവിടെ നിന്ന് എന്തായാലും ചെരുപ്പ് വാങ്ങിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അല്ലുക്കുട്ടനൊരു ബ്ലൂ കളർ സെറ്റായിട്ടുണ്ട്, സൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഐനൂസിനാണ് കുറച്ച് പാട്, വേറെ ഒന്നല്ല. ഐനൂസിൻ്റെ കാല് അല്ലുവിനെയും കാശിനെയും വെച്ചിട്ട് കുറച്ചുകൂടി കുഞ്ഞും ഒതുക്കമുള്ളതാണ്. അതുകൊണ്ട് ചെരുപ്പിൻ്റെ സൈസ് കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിക്കും കാശിക്കുട്ടനും വാങ്ങിച്ചിട്ട് കണ്ടത്. ഇവിടെ ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. മെയിനായിട്ടും കീ ചെയിൻ, പിന്നെ ഇയറിങ്സ് ഉണ്ട്, കൈ ചെയിൻ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ അതേ കുറച്ച് ബാഗും സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറി. പിന്നെ എനിക്ക് കമ്മൽ നോക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയപ്പോൾ ഇതേപോലെ കുറേ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ ഓരോ സെക്ഷനായിട്ടാണ് അവർ തിരിച്ചിട്ടുള്ളത്. 100 രൂപ, 50 രൂപ, 45 രൂപ. ഈ 100 രൂപയിൽ 100 രൂപ ഇതും പൊളിച്ച് തോന്നിക്കുന്നുണ്ട്, 10-20 രൂപ വരെ പൊളിച്ച് തോന്നിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ശരിയായിട്ടൊന്ന് പറ്റിക്കുന്ന കേസാണ്. കാരണം 100 രൂപ എന്ന് പറയുമ്പോൾ 100 രൂപയ്ക്കുള്ളതിന് ഇടണ്ടേ, അതെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ കുറേ കഴിച്ചതിനൊക്കെ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട് കയ്യിലെടുത്ത് ഇട്ടു. അപ്പോൾ നോക്കിയപ്പോൾ ഓരോരുത്തരും 150 രൂപയ്ക്ക്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ ആവശ്യമില്ല, കുറച്ച് കമ്മൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ ഒരു കഴിച്ചതിന് ചാനൽ കാണിച്ചു കൊടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ വണ്ടിയിൽ കീം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറയും ഇതെന്തായാലും ഞാൻ എടുത്തു വയ്ക്കില്ല, ഇതെന്തായാലും ഞാൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് അതെന്തായാലും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കമ്മലുകൾ, ഇതെന്തോ 50 രൂപ വരെ കമ്മലിൻ്റെ സെക്ഷനാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടേക്ക് ഇടാൻ കൊണ്ടുവന്ന ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കുറച്ച് കമ്മലുകളാണ് കേട്ടോ ഞാൻ നോക്കണത്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടി. ലാസ്റ്റ് നിഖിൽ ചേട്ടൻ ബില്ല് കൊടുക്കുക കേട്ടോ. ആക്ച്വലി ഇവിടുന്ന് ബില്ല് ഒരു 750 ആകണ്ട്, 800 രൂപയ്ക്ക് അടുത്തായി. നമ്മളെന്താ വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് കുറച്ച് കമ്മലും കുറച്ച് കീച്ചേനും വാങ്ങിച്ചുള്ളൂ. നമ്മൾ വിചാരിക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ബാർഗെയിനും ചെയ്ത് വാങ്ങിക്കാമെന്ന്. പക്ഷെ അത് ബാർഗെയിൻ ചെയ്യാനും അറിയണം, ഒരു തിരയും വേണം. പിന്നെ ഞങ്ങൾ നടന്നു പോകുമ്പോഴാണ് 5 ബോക്സിന് 200 രൂപ എന്നുണ്ട് സ്വീറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും മേടിക്കാമെന്ന് വിചാരിച്ചു. നാട്ടിൽ നമ്മൾ തിരിച്ചെത്തുമ്പോൾ ആർക്കായാലും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. സ്വീറ്റ്സൊക്കെ നോർമൽ ആണെന്ന് തോന്നുന്നുണ്ട്, കണ്ടിട്ട് വലിയൊരു കുമ്പുണ്ടായില്ല. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ വയ്യാണ്ടായി, അവശയായി. കാരണം കുറേ നേരം നടന്നു. ഞങ്ങൾ എന്താ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തത് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടാട്ടോ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായത്. ഞങ്ങൾ കയറിയിട്ട് ഒരു ജ്യൂസ് പറഞ്ഞു, പിന്നെ ചായ പറഞ്ഞു. ഈ ജ്യൂസിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ജ്യൂസ് ഉള്ളത് സോഡയായിരുന്നു. ഇതിൽ ഉപ്പിലിട്ടൊരു സാധനം കൂടി, ഉപ്പിലിട്ട് ചെറി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കേക്കിൻ്റെ മുകളിലൊക്കെ വെക്കില്ല, ആ ഒരു ചെറി ഇതിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വേറൊരു ടേസ്റ്റായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലെത്തി. എല്ലാവരും ഓരോരുത്തർ റൂമിൽ പോയി. കുറച്ച് നേരം കഴിയുമ്പോൾ ആരുടെയെങ്കിലും ഒരു റൂമിൽ എല്ലാവർക്കും കൂടി കൂടണം. അപ്പം ഞാൻ നീൽച്ചാണൊക്കെ കാലത്ത് മാറിയിട്ട ഡ്രസ്സുകളൊക്കെ ഒന്ന് ഇവിടെ നിന്ന് വിരിച്ചിടായിരുന്നു കേട്ടോ, ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ എൻ്റെ ഫേസ് കണ്ടില്ല, ടയേർഡായി, ടാൻ അടിച്ചു. നീൽചാണ്ട് ഇപ്പോഴും ഫേസിൽ ടാൻ മാറിയിട്ടില്ല, ബീച്ചിൽ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ട്. രാത്രി ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നമ്മുടെ ചിക്കുവിൻ്റെ റൂമിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ വൈഫൈ കിട്ടും, അതുകൊണ്ട് പിള്ളേരൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിരിക്കുക കേട്ടോ. നമ്മുടെ റൂമിലാണെങ്കിൽ കുറച്ച് കട്ടായി പോകുന്നതുകൊണ്ട് ഇവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഇവർക്ക് ഒരുമിച്ചിരുന്ന് കാണാനാണ് അതിൻ്റെ ഇൻട്രസ്റ്റ്. അങ്ങനെ ഇപ്പം എന്താ, അപ്പം നമുക്കാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് രാവിലെയും വൈകിട്ടും ഫുഡുണ്ട്. ഉച്ചയ്ക്ക് നമ്മൾ പുറത്ത് കഴിക്കും, ഉച്ചയ്ക്ക് നമ്മൾ എന്തായാലും പുറത്തായിരിക്കുമല്ലോ. അങ്ങനെ എല്ലാവരും വന്നിട്ട് ഇന്ന് സൊറ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. രസമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടമായതും എൻജോയ് ചെയ്തതും ഈ ഒരു ടൈമിലാണ്. എല്ലാവരും കൂടി ഇരിക്കുന്ന ടൈമും വർത്താനം പറഞ്ഞ സമയമായിട്ട് നമ്മൾ പുറത്ത് പോണേക്കാളൊക്കെ വിട്ടിട്ട് എന്താ പറയുക കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ടയേർഡായോന്ന് ചോദിച്ചാൽ ടയേർഡായി, ഒരുപാട് നടന്നു, കടൽക്കാറ്റൊക്കെ കൊണ്ടപ്പോൾ തന്നെ ഏകദേശം ഞങ്ങൾ കാറ്റായി. പിള്ളേർക്ക് അസുഖം വന്ന് ഇല്ലാതിരുന്നാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷേ രാവിലെ ആണെങ്കിൽ ഞങ്ങളൊരു 1.5-2 മണിക്കൂർ പൂളിലൊക്കെ കുളിച്ചാട്ടെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഗോവത്തെ ഫസ്റ്റ് ഡേ ആയിരുന്നു. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതിനുള്ളിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചേട്ടാ.